ഈ തൃശൂരിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. 10,000-കണക്കിന് കള്ളവോട്ടുകൾ പൊന്നാനിയിൽ നിന്ന്, ആലത്തൂരിൽ നിന്ന്, അതുപോലെ തന്നെ ചാലക്കുടിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട്. ഒരു സംശയവുമില്ല. ആദ്യം തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു തികഞ്ഞ കള്ളനാണ്. ആദ്യമൊക്കെ പറഞ്ഞതാണോ ഇപ്പൊ പറയുന്നതാണോ സത്യമെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ ആവർത്തിച്ച് ചെണ്ടകൊട്ടി പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ടല്ലോ, മണിപ്പൂർ. ഈ മണിപ്പൂരിൽ നടന്നത് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള കലാപമായിരുന്നു. അവിടെ ഹിന്ദു ക്രിസ്ത്യൻ കലാപം നടന്നിട്ടില്ല എന്ന് ഇന്ന് ഈ 2 ദിവസം മുമ്പാണ് കേരളത്തിൽ 2 സഭകൾ തുറന്നു പറയാൻ തയ്യാറായി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രചരണം പൊട്ടി പാളീസായി എന്നല്ലേ നിങ്ങൾ സമ്മതിക്കേണ്ടത്? നിങ്ങൾ പറയുന്ന പ്രചരണം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. ജനങ്ങൾ BJPക്കൊപ്പം നിൽക്കാൻ തയ്യാറായി, വിജയിപ്പിക്കാൻ തയ്യാറായി. ഇത് കേരളമാണ്, ഇവിടെ താമര വിരിയില്ല എന്ന് 100 വട്ടം ഇതാ ഞങ്ങൾ അക്കൗണ്ട് പൊട്ടിച്ചു. എന്തൊക്കെ ആക്ഷേപമാണ് സർ ഈ ജനാധിപത്യത്തിന് പോലും വില കൽപ്പിക്കാൻ നിങ്ങൾ നടത്തിയത്. അവിടെ ഞങ്ങൾ ജയിച്ചു വന്നല്ലേ, സമ്മതിക്കണം. 4-ാം തീയതി വന്ന് EVM-ന്റെ കുഴപ്പം പറയരുത്. 4-ാം തീയതി വന്നിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന് പറയരുത്. ഇനി അടുത്ത വാദോ അതെടുത്ത ന്യായോ അതാ പറയാൻ പോകുന്നത്. ഇപ്പൊ അതിലേക്ക് എത്തിക്കഴിഞ്ഞു. കണ്ണ് നിറഞ്ഞു പോയാ മനുഷ്യൻ. മലയാളത്തിൽ ഭാഷയിൽ പറയാൻ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും.